കൊൽക്കത്തയിൽ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്കാരം ചെയ്ത കേസിൽ പ്രതിയുടെ ഫോണിൽ നിന്ന് പീഡനത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടെടുത്തു. ദൃശ്യങ്ങൾ പ്രതികൾ മറ്റാർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ടോ എന്നിപ്പോൾ പോലീസ് സംശയിക്കുന്നുണ്ട്. വിനീത വിജി വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് വിനീത. ഡൽഹിയിലെ പ്രഭാതം എങ്ങനെ? വെരി ഗുഡ് മോർണിംഗ് എസ് കെ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതാണ് ഡൽഹിയിലെ ഒരു പ്രഭാത കാഴ്ച. രാവിലെ ഒരു ചൂടിനൊക്കെ ഒരു അല്പം ശമനമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ചൂടാണ്. അതിങ്ങനെ വരും ദിവസങ്ങളിലും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ആ ചൂട് കൂടുമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ മഴ ശക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് ഡൽഹിയിലും ലഭിക്കുന്നുണ്ട്. രാവിലെ വലിയ ചൂടൊന്നുമില്ല, ഒരു ശാന്തമായിട്ടുള്ളൊരു കാലാവസ്ഥ തന്നെയാണുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് കേരള ഹൗസിന് മുൻപിലാണ്. അവിടെയുള്ള ദൃശ്യങ്ങളാണ് നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നത്. രാവിലെ ഡൽഹി ഇങ്ങനെ ഉണർന്ന് വരുന്നതേ ഉള്ളൂ. ആ ദൃശ്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം എസ് കെ സൂചിപ്പിച്ച വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, എസ് കെ ഈ കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം ആർജിക്കർ മെഡിക്കൽ കോളേജിൽ അവിടെ ആ മെഡിക്കൽ ഡോക്ടറെ അവിടെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ആ സംഭവം ഉണ്ടായ ഏതാണ്ട് 10 മാസം പിന്നിടുന്നതിന് മുൻപാണ് സമാനമായ രീതിയിൽ മറ്റൊരു കേസ് കൂടി കൊൽക്കത്തയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ കോളേജിലാണ് ഒരു കൂട്ട ബലാത്സംഗം നടന്നിരിക്കുന്നത്. ഒരു നിയമ വിദ്യാർത്ഥിനിയാണ്, 24 വയസ്സുള്ള നിയമ വിദ്യാർത്ഥിനിയാണ് ഇരയായിരിക്കുന്നത്. ആ വിദ്യാർത്ഥി തന്നെ പിന്നീട് പരാതി നൽകുന്നു. ആ പരാതിന്മേൽ ശക്തമായിട്ടുള്ള നടപടി പോലീസ് സ്വീകരിച്ചിരിക്കുന്നു. 2 വിദ്യാർത്ഥികളും, കോളേജിലെ 2 വിദ്യാർത്ഥികളൊപ്പം തന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേരെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ കോളേജിലെ സുരക്ഷാ ഗാർഡിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെയൊക്കെ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും. ഈ പ്രതികൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. ഇപ്പോൾ ഈ പ്രതികളുടെ ഫോണിൽ നിന്ന് ഈ പീഡനത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടെടുത്തിരിക്കുകയാണ് പോലീസ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാകുന്ന ഒരു തെളിവ് തന്നെയാണ് പോലീസിന്. കാരണം ഈ പരാതിയിൽ നേരത്തെ തന്നെ ആ പെൺകുട്ടി പറയുന്നുണ്ട് തന്നെ ഇവർ പീഡിപ്പിക്കുകയും അതിൻ്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങൾ കാണിച്ചവർ തന്നെ ഭീഷണിപ്പെടുത്തി, അതായത് ഏതെങ്കിലും തരത്തിൽ പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്നായിരുന്നു പ്രതികൾ ഭീഷണിപ്പെടുത്തിയതെന്നും ആ യുവതി ആ പരാതിയിൽ പറയുന്നുണ്ട്. ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. ഒപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ പ്രതികൾ മറ്റാർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് വളരെ വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഈ കോളേജിൽ നിന്ന് റിപ്പോർട്ട് കൂടി തേടിയിരിക്കുകയാണ്. കോളേജിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ, ഏതെങ്കിലും തരത്തിൽ ആ സുരക്ഷാ സംവിധാനങ്ങൾക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, എന്താണ് ഈ സംഭവം ഉണ്ടായത്, ഈ സംഭവത്തിന്റെ മറ്റ് വിശദാംശങ്ങൾ, ഈ കേസ് ആ വിദ്യാർത്ഥിനിക്ക് അത് എങ്ങനെയാണ് ആ വിദ്യാർത്ഥിനി പീഡനത്തിന് ഇരയായതെന്ന് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ അത് കോളേജ് അതിന് മറുപടി നൽകണമെന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എത്രയും വേഗം ആ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് കോളേജിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസ് അന്വേഷണം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. കേസുമായി ബന്ധപ്പെട്ട 4 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ആ കോളേജിലെ കൂടുതൽ വിദ്യാർത്ഥികളെയൊക്കെ തന്നെ അവരിൽ നിന്നൊക്കെ മൊഴിയെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. ഒപ്പം ഈ യുവതിക്ക് ആവശ്യമായിട്ടുള്ള, ഈ വിദ്യാർത്ഥിനിക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് നൽകുന്നുണ്ട്. ഒപ്പം അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങളൊക്കെ തന്നെ ഉറപ്പാക്കിയിട്ടുമുണ്ട്. എസ് കെ. താങ്ക് യു വിനീത വിജി.